എം.എൻ. നായർ എന്ന് പറഞ്ഞ ഒരാള് ഈ സി.എം. വലിയുള്ളാഹിയുടെ ഉറ്റ സുഹൃത്താണ്. സി.എം. ദരുദ്ദീൻ മുസ്ലിയാരുടെ ഒരു ഉറ്റ സുഹൃത്താണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കും. ഇനിയോ നാട്ടിലൊരു പ്രശ്നമുണ്ടായി, ഞങ്ങളവിടെ ഭാഗത്തേക്ക് റോഡിന്റെ പ്രശ്നമുണ്ടായി. ആ റോഡ് എടുപ്പിക്കുന്ന ആരാ പണിയെടുപ്പിക്കുന്നത്? ദൈനുദ്ദീൻ മുസ്ലിയാർ ആ റോഡിന് പണിയെടുപ്പിക്കുന്നത്. കൊടയും പിടിച്ച് നിൽക്കുകയാണ്, പഠിക്കാതെ എന്നിട്ട് അവിടെ കൊത്ത് ഇവിടെ കൊത്ത് അങ്ങോട്ട് എടുക്കും ഇങ്ങോട്ട് എടുക്കും, അളവൊക്കെ പിടിക്കും. കാരണം എന്താ, ഉസ്താദ് മീറ്റർ പിടിച്ചാൽ പിന്നെ ആർക്കും അഭിപ്രായം ഉണ്ടാവും. അത് പറ്റൂല എന്നറിയില്ല. ആ ഉസ്താദ് എടുത്തോളി, മുലിയാർ എടുത്തോളി, മുലിയാരാണ് ഞാൻ പറഞ്ഞു, മുലിയാർ എടുത്തോളി. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ ആ ഭാഗത്തേക്കുള്ള റോഡ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സി.എം. ദൈനുദ്ദീൻ മുസ്ലിയാർ സ്മാരക റോഡ് നീ റോഡിന് പേര് വെക്കണം. പക്ഷെ അത് അംഗീകാരം വരുന്നില്ല, എന്തോ അറിയില്ല. ഏതോ ആവട്ടെ, ആ റോഡ് വളരെ പ്രശ്നം പിടിച്ച റോഡാണ്. ആ റോഡിന് പണിയെടുപ്പിക്കുന്നതാരാ? ഈ മുസ്ലിയാർ ഏരിയത്ത് നിന്നുകൊണ്ടാണ്. ഞങ്ങളുടെ ഭാഗത്തൊരു പള്ളിയുണ്ട്, ഇപ്പോഴും ഉണ്ട്, ജുമായത്തുണ്ട്, പൊയിൽ പള്ളി എന്ന് പറയും. ഇപ്പോൾ ജുമായ മഹല്ലൊക്കെ ആയി, മദ്രസയാണ് സ്വന്തം. വലിയ ആളെ കൊണ്ട് വിളിച്ചാൽ പണ്ട് ഒരു 10-20 ആള് മാത്രമേ വീടേ ഉള്ളൂ. അവിടെ വന്ന് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി, ചെറിയൊരു പള്ളി, പഴയൊരു പള്ളി. അത് പൊളിച്ചിട്ടൊരു പള്ളി ഉണ്ടാക്കി. ഇവിടുത്തെ പൊളിച്ച പള്ളിയുടെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് തിരിഞ്ഞ് മുസ്ലിയാർ അവിടെ അങ്ങനെ നിന്നിട്ട് ഓരോരുത്തരും വരുമാനങ്ങളും കൊണ്ട് ഇന്ന് കൂലി കൊടുക്കാൻ പൈസ അങ്ങോട്ട് എൻ്റെ പൈസ കീച്ചയിലെത്തിലാണ്. ആരും കൊടുക്കും, കൊടുക്കാത്തവരാരും ഉണ്ടാകും, എല്ലാവരും കൊടുക്കും. ആ നാട്ടിലെ ഉസ്താദുമാർ, ഞാൻ പറഞ്ഞ 3 ഉസ്താദുമാരെയും ആ മദ്രസയിൽ വെച്ചിട്ട് പിരിച്ചുവിടാതെ ഉണർത്തിക്കൊണ്ടുവന്നു. അപ്പൊ അതുവരെ അവിടെയുള്ള ശിഷ്യന്മാർ മുഴുവനും അവരെ അംഗീകരിക്കുന്നവര് ഈ മുലിയാരെയും കൂടി അംഗീകരിക്കാൻ തുടങ്ങി. കാരണം എന്താ, അവർക്കൊക്കെ മുന്തിയ പരിഗണന ഉസ്താദ് നൽകുകയാണ്. എന്നിട്ടോ ഓരോരുത്തരുടെയും അഭിരുചിക്ക് ഒത്തുകൊണ്ട് അവരെ എങ്ങനെ കൊണ്ടുപോകണം. ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്നു, 2ലും 3ലും ഒക്കെ ഈ പറഞ്ഞ ഉസ്താദുമാരാണ്. 5ാം ക്ലാസ്സിൽ എത്തിയപ്പം ദൈനുദ്ദീൻ മുസ്ലിയാരാണ് എൻ്റെ ഉസ്താദ്. 5ാം ക്ലാസ്സിൽ 5, 6 ക്ലാസ്സിൽ മഹാനവറുകൾ തന്നെയാണ്. 6ഇല്ല, പക്ഷെ ഞങ്ങൾക്ക് അന്ന് 5 കഴിഞ്ഞവർക്ക് 6 എടുത്തു തന്നു. എന്നിട്ടോ എവിടെ കൊണ്ടുപോയി ചേർക്കണം? നമ്മൾ ഉപ്പാരോടല്ല ചോദിക്കുന്നത്, ഉസ്താദ് സ്വന്തം ഞങ്ങളോട് പറയാണ്, നിങ്ങളെ ഞാൻ ഇന്നടുത്ത് കൊണ്ട് ചേർക്കാൻ പോകണം. ചേർത്തിയിട്ടാണ് പറയാ, മോനെ എന്നടുത്ത് കൊണ്ടാക്കിയിരുന്നു. ഫുൾ ഉത്തരവാദിത്തം ഉസ്താദിനാണ് ഫുൾ ഉത്തരവാദിത്തം. ഇനി എന്തെങ്കിലും ഒരു കല്യാണാലോചന വന്നു, ഞങ്ങൾ പോലത്തെ ആളുകൾ ആരോ അന്വേഷിക്കാൻ വന്നാൽ പറയാ, അപ്പനോടല്ല ചോദിക്കണ്ടേ, എന്നോടാ ചോദിക്കണ്ടേ, ഞാനതിന് മറുപടി തരാണ്. ആര്? ഈ ഉസ്താദ് അവരുകൾ ഏറ്റെടുക്കുക. നാട്ടിലെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് മുന്നിൽ. റോഡ് പണി, മരണം, അസുഖം എന്ന് വേണ്ട, ഏത് വലിയ പറഞ്ഞു തീർക്കാത്ത പലരും കൈവിട്ടുപോയ കീറാമുട്ടി വലിയ വലിയ കേസുകൾ മുപ്പര് സുന്ദരമായി കൊണ്ട് എഴുതി കൈകാര്യം ചെയ്താണ്. എങ്ങനെയാണ് അള്ളാഹു അല്ലേ? ഞങ്ങൾക്കറിയില്ല. ഞാൻ തന്നെ ഇടപെട്ടിട്ടുണ്ട് എൻ്റെ ബന്ധത്തിലും അല്ലാത്തതും ഒക്കെ. ഒരു 3 എണ്ണം എൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടത് എല്ലാവരും ഒഴിവാക്കിയിട്ട് മുപ്പര് ഞാനോ നോക്കട്ടെ. മുപ്പര് 2ഓ 3ഓ അങ്ങോട്ടും കൊണ്ട് വിളിച്ചു അറിയുന്ന കാര്യം ക്ലിയറായി. അതിൽ കൂട്ടി യോജിപ്പിച്ചുണ്ടാവും, വിട്ടുപോയതുണ്ടാവും, ഏതോ ആവട്ടെ, പ്രശ്നങ്ങൾ സുന്ദരമായി പരിഹരിക്കും. തന്നെയല്ല, വേറെ അങ്ങനത്തെ കാര്യത്തിൽ ഇറങ്ങുമ്പോ പള്ളിയിൽ നിന്ന് കൊണ്ട് പുറത്ത് പോകാൻ ഇറങ്ങുമ്പോൾ മുമ്പ് പറയും, ഇതിന് കുറച്ച് പണി ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് ശരിയാവും. എന്തായാലും ഒരു എന്താ പറയാ, ശകുനം. നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു വിഷയം, അതെ, ആ കാണുന്ന ആ കാഴ്ചയിൽ മുമ്പ് പറയും, ഇത് പെട്ടെന്ന് കഴിയും. അതറിയാം, പെട്ടെന്ന് കഴിയും. അല്ലെങ്കിലോ കുറച്ച് താമസം ഉണ്ടാവും, കഴിയും, കുറച്ച് താമസം. അതങ്ങനെ ഉണ്ടാവില്ല, കറക്റ്റായിരുന്നു. അതേപോലെ നിങ്ങൾക്ക് തോണ്ട ഒരു ബിൽഡിങ്ങിലെ വർക്ക് എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നിങ്ങനെ നോക്കും, നോക്കിയിട്ട് പറയും, ഒരു 2 പോയിന്റിന്റെ ഉയരം കുറവുണ്ടല്ലോ അവിടെ, ടാപ്പ് പിടിച്ച് നോക്കിയാൽ കറക്റ്റായിരിക്കും. അങ്ങനെ ഒരു കഴിവ് ഒരു മൂല്യാർക്ക് അങ്ങനെ ഒരു കഴിവ്. എന്താ പിന്നെ പറയാ, ഖാദിയാണ്, ഖത്തീബാണ്, മുദരിസാണ്, നാട്ടുകാരനവരാണ്, കമ്മിറ്റി ഒന്നുമില്ല, ഒരു കമ്മിറ്റിയും. ആരാ കമ്മിറ്റി? ഉസ്താദ് പ്രസിഡന്റാണ്, മറ്റേ ഉസ്താദ് കൈകാര്യം ചെയ്യുക, കാര്യങ്ങളൊക്കെ കാര്യം. എന്തുണ്ടെങ്കിലും അവിടെ പോയിട്ട് ചോദിക്കും, അവിടെ പള്ളി ചെയ്യാൻ, പള്ളി വലുതാക്കാൻ, മദ്രസ വലുതാക്കാൻ, കുട്ടികളെ വേറെ അധ്യാപകർ പുറമെന്ന് വരുന്ന വലിയ വലിയ ആലിമീങ്ങളെ, സഖാഫികളെന്നില്ല, ഫൈസിമാരെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മദ്രസ ഉയർത്തിക്കൊണ്ടെന്ന് എനിക്കറിയാം. പരിസര പ്രദേശത്തിലെ ഒരുപാട് മദ്രസകളെ കൂട്ടിയിട്ട് ആരും ആലോചിക്കാത്ത കാലത്ത് നബിദിന റാലിയാണ്. 5, 8, 10 മദ്രസയിലെ രക്ഷിതാക്കളെ, അധ്യാപകരെ, കുട്ടികളെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് മടവൂരിൽ വെച്ച് റാലിയും അവർക്ക് ഭക്ഷണവും വൈകുന്നേരം ഒരു നബിദിന പ്രോഗ്രാമും. ആരും ആലോചിക്കാതെ നരിക്കുനി റേഞ്ച് സ്ഥാപിച്ചെടുക്കാൻ മുന്നിൽ നിന്ന് വെക്കുന്നത്. പരിസര മദ്രസകൾ മുഴുവനും സമസ്തയിൽ അംഗീകരിപ്പിക്കാൻ ഓടിപ്പാഞ്ഞ് നടന്ന്
അതൊക്കെ ഉണ്ടാക്കി സുന്നത്ത് ജമാഅത്തിന് കരുത്തരായ നേതാക്കളുടെ മുഴുവൻ മുന്നിലും ഉറപ്പിച്ച് തറപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് CM സൈനുദ്ദീൻ മുസ്ലിയാർ. AP ഉസ്താദിന്റെ ബന്ധം മകളുടെ വിവാഹത്തിലൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മകള് മരണപ്പെട്ടു പോയി. ഖബറിൽ അല്ലാഹു തആല ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആ കല്യാണങ്ങള് സൈനുദ്ദീൻ മുസ്ലിയാരുടെ ഹജ്ജ് യാത്ര അതൊക്കെ നാട്ടിലെ ജനങ്ങളുടെ ഒരാവശ്യമാണ്. ആവശ്യമല്ല, നാട്ടിലെ ജനങ്ങൾ ആവശ്യമാണ് നടത്തിയിരുന്നത്. അന്നത്തെ കല്യാണം മോളെ കല്യാണമൊക്കെ ഞാൻ ഓർക്കുകയാണ്. രാവും പകലും ഒന്നിച്ചിവിടെ ശിഷ്യന്മാരും ബന്ധപ്പെട്ടവരും ഒന്നിച്ച് എന്താ വേണ്ടത് ചോദിച്ചിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി കല്യാണം നടത്തുന്നു. അതുപോലെ തന്നെ ഹജ്ജ് യാത്ര അത് വളരെ മുമ്പാണ് യാത്ര പോയത്. കപ്പൽ യാത്രയിലാണ്, വളരെ ചെറിയ ചെലവാണ്. പക്ഷെ ഒരു ദിവസം പറഞ്ഞു, എന്റെ ഹജ്ജ് യാത്രക്ക് എത്ര ചെലവുണ്ടെന്ന് എനിക്കറിയില്ല. അതങ്ങനെ നടന്നുപോയി. മദ്രസയിലെ അധ്യാപകനാണ്, പക്ഷെ ഞാൻ ഹജ്ജ് യാത്ര നടത്തി. ഉമ്മ പിന്നീടാണ് ഹജ്ജിന് പോകുന്നത്. ആ ഉമ്മ ഹജ്ജിന് പോകുമ്പോ ഈ കൊലായിൽ നിന്ന് ഞങ്ങളൊക്കെ മിറ്റം നിറച്ച ആളുകൾ, വെള്ളം നിറച്ച അരിമികളെമ്പാടും ഉമ്മ ഹജ്ജിന് പോവുകയാണ്. ഹസൻ മുസ്ലിയാർ വൈകുന്നേരം വന്നു. ഉമ്മ ഇളമയാണ്, കണ്ട് ലോകിയൊക്കെ പറഞ്ഞു പോയി. ഇവിടുത്തെ സൈനുദ്ദീൻ മുസ്ലിയാരുടെ സഹോദരിയുടെ ഭർത്താവാണ് ഉമ്മാനെ കൊണ്ടുപോകുന്നത്, ഹജ്ജിന് കൊണ്ടുപോകുന്നത്. അപ്പോ ഇവിടെ ഇരിക്കുന്ന ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയാർ, സൈനുദ്ദീൻ മുസ്ലിയാർ എല്ലാവരും ഇവിടെ വരാന്തയിൽ ഇങ്ങനെ കൊലായിലൊക്കെ മഗ്‌രിബ് നിസ്കരിച്ച ഉമ്മ ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നില്ല. വെറുതെയും പുറകെയൊക്കെ ഇട്ട് അല്ല മറയോടുകൂടി ഉമ്മ അവിടെ നിന്നപ്പോൾ ശൈഖുന ഇവിടെ ഒരു കസാലയിൽ. അപ്പൊ കുറേ മൂല്യന്മാരുണ്ട്. ഏറ്റവും മുഹമ്മദ് മുസ്ലിയാർ അൽ ഫാത്തിഹ ഒക്കെ എല്ലാവരും ഓതി, മറ്റുള്ളവരൊക്കെ ഫാത്തിഹ ഓതി. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി ഇപ്പൊ ഒരു ദുആ, ഒരു ഗംഭീര ദുആ ഇപ്പൊ കിട്ടും, കാത്തുക്കുക. അപ്പൊ മുപ്പര് എന്നെ പറഞ്ഞോളൂ, നിങ്ങൾ ദ്വാരക്കും, ആരും തയ്യാറാവും. ശൈഖുനാന്റെ മുമ്പിൽ ദ്വാരക്കാൻ ആരെങ്കിലും തയ്യാറാവും? അവസാനം മുഹമ്മദ് മുസ്ലിയാർ പറയാണ്, നിങ്ങൾ ഇവിടെ ഉള്ള പോലെ ആരും ഇപ്പം ദ്വാരക്കൂല, നിങ്ങൾ തന്നെ ദ്വാരക്കണം. താലിമീങ്ങളെ, ഉസ്താദുമാരെ, എന്താ ഉണ്ടായതെന്ന് അറിയോ? കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് അല്ലാഹുമ്മ ഒറ്റ വാക്ക് അതിലറിയുന്നു. കണ്ടതാ, ആരോ പറഞ്ഞു കേട്ടാണ്. അല്ലാഹുമ്മ എന്തതിനർത്ഥം? അള്ളാഹു. എല്ലാ വീട്ടിലേക്ക് എൻ്റെ ഉമ്മ അജിനുവാണ്, യാത്രയിൽ വിഷമുണ്ടായത്. അങ്ങനെ പോകുന്നു. ഞങ്ങളെ കൂടത്തിൽ ഞങ്ങളൊക്കെ പോയി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വന്നു. വണ്ടിയിലേക്ക് കയറ്റി ഇരുത്തി ഇവളോടൊക്കെ എല്ലാവരും ചെന്ന് ലാസ്റ്റ് കൈപിടിച്ച് പറഞ്ഞു, നിങ്ങളൊക്കെ സുഖമായി ഹജ്ജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരും. ഇൻഷാ അല്ലാഹ് ഒന്നും പേടിക്കണ്ട. കപ്പലിലാണ്, ഷാബാനിലാണ് പോകുന്നത്. ഷാബാനിലാണ് പോണത്, റമദാനിൽ മക്കത്താണ്. ദുൽഖഅദ് ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറം സുബഹ് തിരിച്ചെത്തുന്നത് 3-4 മാസം കഴിയും ഹജ്ജിന് വരും. നോക്കൂ, നിങ്ങൾ അവർക്കൊക്കെ നിർദ്ദേശം കൊടുക്കുന്നു.